Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? JC കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am, complete ആയി. ഇനി നാബ് സ്റ്റാർട്ട് ചെയ്യണം. നാബ് സ്റ്റാർട്ട് ചെയ്യാം. Okay. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. നാബ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലെ? കുറച്ച് ഭാഗമൊക്കെ പഠിച്ചതല്ലേ നിങ്ങള്? നാബുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നാബിന് ഈ ഒരു ചാപ്റ്ററുമായിട്ടായിരിക്കില്ല, ചിലപ്പോ മറ്റേ ചാപ്റ്ററിലാണെങ്കിലും ഈ രണ്ട് ചാപ്റ്ററിലെയും ബേസ് ചെയ്തിട്ട് എന്താണ് ചാപ്റ്റർ നമ്പർ അറിയില്ല എഴുതിയ? നിങ്ങളുടെ കയ്യിൽ എത്രയാ നമ്പർ കിടക്കുന്നേ? 48 എന്നല്ലേ കിടക്കുന്നേ? ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് ചാപ്റ്ററിൽ നിന്നും അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നോക്കിയേ, നാബിന്റെ എക്സ്പാൻഡഡ് ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതാ ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം, നാബിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ആ ഒരു ഹെഡിങ് അങ്ങനെ തന്നെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ ഓപ്ഷൻസിൽ മറ്റു ഓപ്ഷൻസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് അത് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നാബ്, CSST അതുപോലെയുള്ള എല്ലാത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. Okay, the NAB standards are reformed every 4 years and now the hospital implements 5th edition standards, that is April 2020. അതായത് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഓരോ 4 വർഷം കൂടുമ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്? പരിഷ്കരിക്കുന്നുണ്ട്. JCയുടെ ആണെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴാണ് പരിഷ്കരിക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് JCയുടെ പരിഷ്കരിക്കുന്നത്? വെരി ഗുഡ്, 3 അല്ലേ? 3 വർഷം കൂടുമ്പോഴാണ് JCയുടെ സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നത്. നാബിന് അത് എത്ര വർഷ? 4 വർഷം കൂടുമ്പോഴാണ് എന്ത് അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് അവര് പരിഷ്കരിക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും നാബ് ഒരു സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോ ഏപ്രിൽ 2020 അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കിയത് എത്രാമത്തെ എഡീഷനാ? 5th എഡീഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഏപ്രിൽ 2020 അവര് നടപ്പിലാക്കിയത് 5ാമത്തെ എഡീഷൻ ആയിരുന്നു നാബിന്റെ. നോക്കിയേ, നാബ് സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ patient safety and quality of the delivery of services by the hospital in a changing healthcare environment. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നോക്കിയേ, ഒരു ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, അതായത് ആരോഗ്യ പരിരക്ഷ അല്ലെ, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പരിരക്ഷ പരിസ്ഥിതി അല്ലെ, ആ ഒരു ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, ആ ഒരു എൻവയോൺമെന്റ് ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഒരു സമയത്തുള്ള ട്രെൻഡ് ആയിരിക്കില്ല അടുത്ത സമയത്ത് അല്ലെ, അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എപ്പോഴും നാബിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആരോഗ്യ പരിസ്ഥിതിയിൽ എപ്പോഴും നാബിന്റെ മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടും സെന്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ്? നോക്കിയേ, പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷ, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, ആ വരുന്ന പേഷ്യൻസിന് വിതരണം ചെയ്ത അല്ലെങ്കിൽ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം. ഇത് 2 കാര്യത്തിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് അവർ വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയില്. രണ്ടാമത്തേത് പറഞ്ഞത് എന്താ? ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, അവിടെ നിന്ന് കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിലും. ഈ 2 കാര്യങ്ങളിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
NAV is given by an autonomous body set up by the government of India known as QCA. ആ QCA underline ചെയ്തിട്ടേ Quality Council of India. അതിന്റെ നെയിം എക്സ്പാൻഡ് ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. QCA, Quality Council of India, Quality Council of India. അപ്പൊ അതൊരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു ഏജൻസിയാണ്. ആ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എന്താ സർക്കാർ അംഗീകരിച്ച അല്ലെങ്കിൽ സർക്കാർ രൂപീകൃതമായിട്ടുള്ളൊരു ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനമാണ് NAV എന്ന് പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് NAV എന്ന് പറയുന്നത്. അപ്പൊ NAV പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾ അല്ലെ, ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന പ്രധാന ഒരു ഏജൻസിയാണ് NAV, ഒരു ഓർഗനൈസേഷൻ ആണ് NAV എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ അത് ഏതാണ്? JCI ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലുകൾ പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് NAV തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ അത്രയും ഭാഗം ക്ലിയർ അല്ലേ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എത്ര വർഷം കൂടുമ്പോഴാണ് NAV എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് റീഫോം ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് എത്ര വർഷം കൂടുമ്പോഴാണ് റീഫോം ചെയ്യുന്നത്. അതുപോലെ NAVന്റെ സ്റ്റാൻഡേർഡ്സ് എന്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പ്രധാനമായിട്ടും പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസിൽ, ഈ രണ്ട് കാര്യങ്ങളിലുമാണ് NAVന്റെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCAയുടെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് NAV mainly divides hospital into two main divisions. NAV ഹോസ്പിറ്റൽസിനെ രണ്ട് ഡിവിഷൻ ആയിട്ട് അല്ലെങ്കിൽ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് HCO. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. SHCO എന്താണ്? SHCO സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ with less than 50 beds. 50 ബെഡിൽ താഴെ അല്ലെ, 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളാണ് ഉൾപ്പെടുന്നതാണ് എന്തിൽ വരുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇത് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചിരുന്നോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചിരുന്നു അല്ലെ? ഓക്കെ, നോക്കി 50 ബെഡുകളിൽ താഴെ അല്ലെ, 50 ബെഡുകളിൽ താഴെ വരുന്ന ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SHCO എന്ന് പറയുന്നത്. ഇനി HCO അപ്പൊ എങ്ങനെയായിരിക്കും? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO എന്ന് പറയുമ്പോൾ 50 വിത്ത് മോർ ദാൻ 15 ബെഡ്സ് അല്ലെ, 50 ബെഡുകളിൽ കൂടുതൽ അല്ലെ, 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ എന്താ വെച്ചിരിക്കുന്ന വിഭാഗമാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. കിട്ടിയോ? രണ്ടെണ്ണം ക്ലിയർ ആണോ? Okay. Then, okay, main NAV guidebook on standards has 10 chapters with 100 standards and 651 objective elements. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില് JCAയില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? JCAയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? JCAയില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? ഒന്ന് എണ്ണി നോക്കി, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വേഗം ഒന്ന് എണ്ണി നോക്കി. എത്രയാണ്? 8 ആണോ? 8 ആണോ? മൊത്തം ചാപ്റ്റേഴ്സിന്റെ എണ്ണാണ് ചോദിക്കുന്നേ. മൊത്തം ചാപ്റ്റേഴ്സ് ആ 4 സെക്ഷനുകളുമായിട്ട് മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 8 എണ്ണം എണ്ണി നോക്കിയപ്പോ കിട്ടിയുള്ളോ? എട്ടെണ്ണം സെക്ഷൻ 2-ലുണ്ട് ഇല്ലേ? പിന്നെ സെക്ഷൻ 3-ൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് ആണോ? ദെൻ സെക്ഷൻ 4-ൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. മൊത്തം എത്ര എണ്ണം ആയപ്പോ? 16 ചാപ്റ്റർ ആണ് കേട്ടോ. 16 എണ്ണം കേട്ടോ. നോക്കിയപ്പോ
അപ്പൊ ഇവിടെ നമ്മുടെ നാവില് 16 ചാപ്റ്റർ അല്ലെ, നാവിൽ സോറി JCAയില് 16 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നാവിൽ എത്ര ചാപ്റ്ററേ ഉള്ളൂ? 10 ചാപ്റ്റർ ആണുള്ളത്. അതുപോലെ തന്നെ അവിടെ സ്റ്റാൻഡേർഡ്സ് എത്രയായിരുന്നു? JCAയിലെ സ്റ്റാൻഡേർഡ്സ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ നിങ്ങള്. നാവില് അല്ല JCAയിൽ എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു? എത്ര സ്റ്റാൻഡേർഡ്സ്? മൊത്തം സ്റ്റാൻഡേർഡ്സിന്റെ കണക്ക് പറഞ്ഞില്ലേ? എണ്ണം പറഞ്ഞില്ലേ അവിടെ? എത്ര സ്റ്റാൻഡേർഡ്സ് ആണ്? വെരി ഗുഡ്, 285 സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു അല്ലെ. അതിനുള്ളിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് എത്രയാ? മെഷറബിൾ എലമെന്റ്സ് എത്രയാ? 1160. വെരി ഗുഡ്. അതുപോലെ തന്നെ ഇവിടെ നാവിലാണെങ്കിൽ 10 ചാപ്റ്റേഴ്സ്, അതിനുള്ളില് ആകെ മൊത്തം 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ആ 100 സ്റ്റാൻഡേർഡ്സിനെയും നമ്മൾ കൃത്യമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ മെഷറബിൾ എലമെന്റ്സ് പറഞ്ഞില്ലേ അവിടെ, അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പേരായിട്ടാണ് ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണം ഇവിടെ എത്രയാ? 651 മെഷറബിൾ എലമെന്റ്സ് ആണ് നാവിലുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതങ്ങനെ ഇത്ര സ്റ്റാൻഡേർഡ് ആണ്, എത്ര ചാപ്റ്റർ ആണെന്നൊന്നും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. രണ്ടും കൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നാവിലാകുന്ന 10 ചാപ്റ്റേഴ്സ്, അതിനുള്ളിൽ 100 സ്റ്റാൻഡേർഡ്സ്, അതിനുള്ളിൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്, മെഷറബിൾ എലമെന്റ്സ് വരുന്നുണ്ട്. Clear അല്ലേ? Then standard refers to a set goal for the performance. ഇനി എന്താ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്? refers to a set goal അല്ലെ, അതൊരു ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. for the performance, അവരുടെ പ്രകടനത്തിനായിട്ട് അല്ലെ. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട് അല്ലെ. ഇത്ര ആയിരിക്കണം, അതിന്റെ സ്റ്റാൻഡേർഡിന്റെ ലെവൽ ഇങ്ങനെ ആയിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമല്ലേ അവിടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം ആ കൃത്യമായ സ്റ്റാൻഡേർഡിൽ എത്തിയാൽ മാത്രമല്ലേ നമുക്ക് സ്കോർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ അവർക്ക് വെറുതെ സ്കോർ കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ കൃത്യമായിട്ടുള്ള അവരുടെ പ്രകടനത്തിന്റെ ലക്ഷ്യത്തിൽ അവരെത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Then elements come under each standard and is used to monitor the performance. ഇനി ഓരോ സ്റ്റാൻഡേർഡിന്റെയും ഉള്ളിൽ എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ JCAയില് മെഷറബിൾ എലമെന്റ്സ് ഉണ്ടെന്ന് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റാൻഡേർഡ്സിന് കീഴിൽ എന്ത് വരുന്നുണ്ട്? എലമെന്റ്സ് വരുന്നുണ്ട് അല്ലെ. ആ എലമെന്റ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ is used to monitor the performance. അവിടെ നടക്കുന്ന ഓരോ പ്രകടനങ്ങളും നിരീക്ഷിക്കാനും സ്കോർ ചെയ്യാനും സ്കോർ ഇടാനും അല്ലെ, സ്കോർ കൊടുക്കാനും വേണ്ടി നമ്മൾ നിരീക്ഷിക്കുന്ന എലമെന്റ്സ് ആണ് ഈ സ്റ്റാൻഡേർഡിൽ ഉള്ളിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ എലമെന്റ്സും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിലയിരുത്താനും അതിനനുസരിച്ച് കൃത്യമായ സ്റ്റാൻഡേർഡുകൾക്ക് സ്കോർ കൊടുക്കാനും സാധിക്കുന്നു. ഈ നെക്സ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത് ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ? പഠിച്ചതല്ലേ നാവില്? 4 കാറ്റഗറി പഠിച്ചിരുന്നോ? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി പഠിച്ചു അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ. എന്താണ് നോക്കിയേ? എലമെന്റ്സ് നോക്കിയേ. ഔട്ട് ഓഫ് 651 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 എണ്ണം എന്തിലാ വരുന്നത്? 1 or 2 are in core category. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 4 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണത്? കോർ കാറ്റഗറി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. കോർ കാറ്റഗറി അതിൽ എത്ര എണ്ണം വരുന്നുണ്ടെന്നും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാ. 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നു. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? 459 ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. രണ്ടാമത്തത് അണ്ടർലൈൻ ചെയ്തില്ല. തേർഡ് വൺ എന്താ? 60 എണ്ണം എന്തിലാണ്? ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. മൂന്നാമത്തത്. ലാസ്റ്റ് 30 എണ്ണം എന്തിൽ വരുന്നത്? എക്സലന്റ് കാറ്റഗറി. അപ്പൊ ഓരോ 4 കാറ്റഗറീസിന് ഏതാണ്, അതിന് എത്ര എലമെന്റ്സ് വരുന്നുണ്ട്?
ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചോളൂ 4 കാറ്റഗറി ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത്ര എണ്ണം ഏത് കാറ്റഗറിയിൽ വരും, ഇത്ര എലമെന്റ്സ്. പിന്നെ ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 1 or 2 എലമെന്റ്സ് ഏതിൽ ഉൾപ്പെടുന്നു, ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു, അങ്ങനെ ചോദിച്ചാലും കിട്ടണം കേട്ടോ. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. നോക്കിയപ്പോ 1 or 2 ആണ് കോർ കാറ്റഗറി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കോർ കാറ്റഗറി അല്ലെങ്കിൽ കോർ വിഭാഗത്തിൽ വരുന്നതാണ്. which are essentially evaluated during each assessment. ഓരോ അസസ്മെന്റിലും ഓരോ വിലയിരുത്തൽ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ മൂല്യനിർണ്ണയം നടത്തുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് എന്തിൽ വരുന്നത്, കോർ കാറ്റഗറിയിൽ വരുന്നത്. Okay, then 459 are in commitment category, പ്രതിബദ്ധതാ വിഭാഗം, which will be evaluated during final assessment. അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സ് ആണ് എന്തിൽ വരുന്നേ, കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. Then 660 are in achievement category. ഇനി അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഏതൊക്കെ വരുന്ന നേട്ടങ്ങളുടെ വിഭാഗം 60 എണ്ണം വരുന്നുണ്ട് അല്ലെ. which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം ചെക്ക് ചെയ്യുന്ന പരിശോധിക്കുന്ന എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. Then 30 ആണ് എക്സലന്റ് കാറ്റഗറി. എന്താ, മികച്ച വിഭാഗം, which will be evaluated during re-accreditation. പുനർ അക്രഡിറ്റേഷൻ നൽകുന്ന സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സ് ആണ് എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ 4 കാറ്റഗറീസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എത്ര എണ്ണം ഉൾപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ 4 എണ്ണം ഏതൊക്കെയായിരുന്നു, കോർ കാറ്റഗറി പറഞ്ഞു, കമ്മിറ്റ്മെന്റ് കാറ്റഗറി പറഞ്ഞു, അച്ചീവ്മെന്റ് കാറ്റഗറി പറഞ്ഞു, എക്സലന്റ് കാറ്റഗറി പറഞ്ഞു. അതിൽ കോർ കാറ്റഗറിയിൽ 102 എണ്ണമാണ് ഉൾപ്പെടുന്നത്, 102 എലമെന്റ്സ് ആണ് ഉൾപ്പെടുന്നത്. അതെന്ന് പറയുന്നത് എന്താ, essentially evaluated during each assessment. ഓരോ മൂല്യനിർണ്ണയ സമയത്തും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വിലയിരുത്തപ്പെടേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. 459 എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതെന്താണ്, ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഫൈനൽ അസസ്മെന്റ്. അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിംഗ് സർവൈലൻസ് അസസ്മെന്റ്. നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം ചെക്ക് ചെയ്യുന്നവയാണ് എന്തിൽ വരുന്നത്, അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ലാസ്റ്റ് 4th ആണ് എന്താ, എക്സലന്റ് കാറ്റഗറിയിൽ വരുന്ന 30 എലമെന്റ്സ് എന്ന് പറയുന്നത്. അതെപ്പോഴാണ്, ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. പുനർ അക്രഡിറ്റേഷൻ നൽകുന്ന സമയങ്ങളിൽ ഇവാലുവേഷൻ നടത്തി വിലയിരുത്തുന്ന എലമെന്റ്സ് ആണ് എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നത്. കിട്ടിയോ ആ 4 കാറ്റഗറീസ്? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നാബ് സ്റ്റാൻഡേർഡ്സ്. നമ്മള് JCA സ്റ്റാൻഡേർഡ്സ് പഠിച്ചില്ലേ അല്ലേ? അതുപോലെ തന്നെ JCA എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? 4 സെക്ഷൻ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഇനി ഇവിടെ നാബിനാണെങ്കിൽ അവിടെ 2 സെക്ഷൻ ആണുള്ളത് കേട്ടോ. നോക്കി, 2 സെക്ഷൻ ഏതൊക്കെയാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സില്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ആണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെ. അവിടെ പേഷ്യൻസിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ. പേഷ്യൻസിനെ അടിസ്ഥാനമാക്കി രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അപ്പൊ പേഷ്യൻസുമായിട്ട് കൂടുതൽ പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാലും മതി. അടുത്തത് വരുമ്പോ എന്താ, ആ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ആ സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് 2ാമത്തെ സെക്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? മൊത്തം നമ്മൾ പറഞ്ഞിരുന്നല്ലോ നാബിൽ എത്ര ചാപ്റ്റേഴ്സ് ഉള്ളത്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞേ നാബില്? തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ, നാബ് തുടങ്ങിയപ്പോ 10 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഇവിടെ വേണ്ടി നോക്കിയാൽ നിങ്ങള് ആ 2 സെക്ഷനും കൂടി ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 അല്ലേ? ഇല്ലേ? 10 അല്ലേ? അപ്പൊ ആ ഒരു 10
എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് വിഭാഗത്തിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവ ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കും. ആകെ 10 നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ച് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആദ്യം നോക്കാം. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അതിലൊരു 5 ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അറിയാവുന്ന ചാപ്റ്റേഴ്സ് തന്നെ, നമ്മൾ ഓൾറെഡി JCL പഠിച്ച ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ അസസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. എന്താണ്? അസസ് ചെയ്യുക, ആ ഒരു സർവീസിലേക്കുള്ള അസസ് അല്ലെ, ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം. അവിടെ എന്ത് ചെയ്യണം? പ്രവേശനം നടത്തിയാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ വിലയിരുത്തണം. അവരുടെ ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച മുതലായ കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിനുള്ളിൽ വരുന്നത്. രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്, MOM. എന്താ? അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ അവകാശങ്ങളും ബോധവൽക്കരണങ്ങളും അല്ലെ. ഫിഫ്ത് വൺ നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്, HIC. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് വരുന്ന ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും സെന്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു പേഷ്യന്റ് ആണ് അവിടെ സെന്റർ ചെയ്തിരിക്കുന്നത് അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത്. അപ്പൊ 5 ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ആ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ആ സ്ഥാപനം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ആ പ്രധാനമായിട്ടും വരുന്ന പോയിന്റ്സ്. ഫസ്റ്റ് ഇവിടെ എന്താ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. എന്താ? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല സേഫ്റ്റി കൊടുക്കുക അല്ലെ, സുരക്ഷ ഉറപ്പാക്കുന്നതും അതുപോലെ തന്നെ ഗുണനിലവാരം, അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്, PSQ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേതായിട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM അല്ലെങ്കിൽ റോം എന്ന് പറയാം അല്ലെ. ആ ഒരു മാനേജ്മെന്റ്, ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. തേർഡ് വൺ ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താ? അവർക്ക് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ആവശ്യമായ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകണം അല്ലെ, അതിനനുസരിച്ചുള്ള സുരക്ഷ. അപ്പൊ സൗകര്യം നൽകിയാൽ പോരാ, അതുപോലെ ആ ഒരു സൗകര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു അപകടങ്ങളും ഉണ്ടാവാനും പാടില്ല, അവിടെ സുരക്ഷയും കൂടി ഉറപ്പാക്കണം അതോടൊപ്പം അല്ലെ. എല്ലാ ഫെസിലിറ്റികളും നൽകുകയും വേണം, അതിന്റെ സേഫ്റ്റിയും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ഫോർത്ത് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM അല്ലെ. അവിടെയുള്ള ഓരോ സ്റ്റാഫുകളെയും ജീവനക്കാരെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നത്. അതിനുള്ളിൽ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും കേട്ടോ. ഫിഫ്ത് വൺ നോക്കി, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. എന്താ? അവിടെ വരുന്ന ഓരോ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് ആ ലാസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്, 5 ചാപ്റ്റേഴ്സ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ. കിട്ടിയത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ്, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ JCA പോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സോ കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ ഒരു 10 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 2 സെക്ഷൻ ഉണ്ട്, അതിനുള്ളിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ ആ ലാബ് എടുത്ത സമയത്ത് ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പഠിച്ചില്ലേ?
അത് തന്നെ. അത് ഓരോ 32 എണ്ണവും നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്, അതിന്റെ ഫോർമുലയും പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഫോർമുല തന്നെയാണ്. അപ്പൊ അതിലൊരു 32 എണ്ണം ഉണ്ടാവും. 32 എണ്ണവും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏറ്റവും ഷോർട്ട് ചെയ്ത് നമുക്ക് ഇപ്പോഴും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് എണ്ണം ഉണ്ട്. അത് മിസ് ഓൾറെഡി എപ്പോഴും എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കി വെച്ച് അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ 1 or 2 ക്വസ്റ്റ്യൻസ് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. കാരണം അത്രയും ഫോർമുലാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് 1 or 2 ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതെങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ബാക്കി നോക്കണ്ടെന്നല്ലോട്ടെ മിസ് പറയുന്നത്. ബാക്കി നോക്കണം, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻകേസ് എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നാൽ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യണമല്ലോ. അതിനു വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നോക്കിയേ നാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗം? എന്തിനാണ് ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഉപയോഗം? അതൊന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. എന്തിനാണ് നമ്മള് CSSD ഒക്കെ പഠിച്ചപ്പോ ഇൻഡിക്കേറ്ററിന്റെ കാര്യം പറഞ്ഞില്ലേ? സൂചകങ്ങൾ അല്ലെ? എന്തിനു വേണ്ടിയാണ് ഇൻഡിക്കേറ്റർ നമ്മള് CSSD എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കാര്യങ്ങള് സിഗ്നൽ ആണ് അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? വെറുതെ ഉപയോഗിക്കുന്നതാണോ? ആണോ? ആ ഒരു ബേസിക് ഐഡിയ കിട്ടിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാണ് ഒരു ഇൻഡിക്കേറ്റർ? CSSD നമ്മള് 3 ടൈപ്പ്. എന്താ ഐഡന്റിഫൈ ചെയ്യാനാ? എന്താ ഐഡന്റിഫൈ ചെയ്യുന്നത്? CSSD കേസ് നോക്കാം. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ CSSD ഒരു 3 ഇൻഡിക്കേറ്റർ പഠിച്ചില്ലേ? പഠിച്ചിരുന്നോ? മറന്നുപോയോ അതൊക്കെ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, 3 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ? ആ 3 ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചും നമ്മൾ എന്താണ് അവിടെ നോക്കിയത്? ആ ഒരു സ്റ്റെറിലൈസ്ഡ് ആണോ എന്നാണ് നോക്കിയത് അല്ലെ? ആ ഒരു മെഷീൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ സ്റ്റെറിലൈസേഷൻ പൂർണ്ണമായിട്ടും നടക്കുന്നുണ്ടോ? അത് സക്സസ്ഫുൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചത് അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അല്ലെ? അതുപോലെ തന്നെ ഇവിടെ നാവിലും ആ ഓരോ സ്ഥാപനങ്ങളുടെയും ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഓരോ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അവർ ആ കൊടുക്കുന്ന സർവീസിന്റെ പ്രകടന നിലവാരം അല്ലെ അത് എത്രത്തോളം ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്? വെറുതെ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? വെറുതെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണോ അവര് ചെയ്യുന്നത്? ആണോ? അല്ല. പിന്നെ എന്തിനായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം നോക്കി ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സർവീസുമായി ബന്ധപ്പെട്ട വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനാണ് അല്ലെ? നല്ല രീതിയിൽ എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റി അതിനെ മെച്ചപ്പെടുത്തി നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അവരെ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നോക്കി എന്താന്നുള്ളത്. Key performance indicators. Expanded form key performance indicators assist in helping to systematically monitor, assess and continually enhance സർവീസ് പെർഫോമൻസ്. ആ ഓരോ സ്ഥാപനത്തിന്റെയും സർവീസ്, അവർ കൊടുക്കുന്ന സർവീസിന്റെ പെർഫോമൻസ് ലെവല്, പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? തുടർച്ചയായത് നിരീക്ഷിക്കാനും വിലയിരുത്താനും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായത് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് അവരുടെ സർവീസ് പെർഫോമൻസ് നിരീക്ഷിക്കാൻ പറ്റും, വിലയിരുത്താനും തുടർച്ചയായിട്ട് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും സാധിക്കും. By themselves, the key performance indicators cannot improve performance. ഈ key performance indicators നമ്മള് ഒരു സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ അതിനുള്ളിൽ വെച്ച് കൊടുത്തു, ഒരു സ്ട്രിപ്പ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ട്. അതിന് അവിടുത്തെ പെർഫോമൻസ് എന്താണ്? മെച്ചപ്പെടുത്താൻ പറ്റുമോ ആ ഒരു സ്ട്രിപ്പിന്?
മെച്ചപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി എന്ന് കരുതി നമുക്ക് അതിനെ ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്വയം അവിടെ ആ ഒരു മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റുമോ? ഇല്ല. അത് ചെയ്യേണ്ടത് ആരാണ്? ആ ഒരു സ്ഥാപനം തന്നെയാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? However, they do provide signpost. എന്താണ് signpost എന്ന് പറഞ്ഞാൽ? വഴികാട്ടി അല്ലെങ്കിൽ മാർഗസ്തംഭം എന്ന് പറയാം. അതിന്റെ മലയാളം മീനിങ് എന്താ കേട്ടോ? signpost. ഇവിടെ എന്താ? ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ അത് എന്ത് വഴികാട്ടിയായിട്ട് അതിന് നിൽക്കാം? അവിടുത്തെ പെർഫോമൻസ് അല്ലെ, അവിടുത്തെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള ഒരു വഴികാട്ടിയായിട്ട് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിൽക്കാലോ അല്ലെ. അതിന് സ്വയം അവിടെ മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിവില്ല, സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ അതിന് പകരം അവർ എന്ത് ചെയ്യുന്നു? ഒരു സൈൻ പോസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് സിഗ്നൽ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ്. ആ ഒരു സ്ഥാപനത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും നിറവേറ്റാനായിട്ട് അല്ലെ, അത് പുരോഗതിയിലേക്ക് എത്തിക്കാനായിട്ട്, ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ സസ്റ്റൈനബിൾ പ്രോഗ്രസ്. സുസ്ഥിരമായ വികസനം അല്ലെങ്കിൽ പുരോഗതിയാണ് അവിടെ വേണ്ടത്. അപ്പൊ ഒരു സമയത്ത് മാത്രം അവിടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ പോരാ അല്ലെ, അവിടെ എപ്പോഴും ഉടനീളം അവിടെ ആ ഒരു നല്ല ഗുണനിലവാരവും തുടർച്ചയായിട്ട് അല്ലെങ്കിൽ സുസ്ഥിരമായിട്ട് ആ ഒരു പുരോഗതി നിലനിർത്താനുള്ള സിഗ്നലുകൾ അല്ലെങ്കിൽ എന്താണ് ഒരു വഴികാട്ടിയായിട്ട് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് നിൽക്കാൻ സാധിക്കും. കിട്ടിയോത്? എന്താണ് ആ ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്തിനു വേണ്ടിയാണ്? ആ ഓരോ സ്ഥാപനത്തിന്റെയും സർവീസ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അവിടെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും, അതുപോലെ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ തുടർച്ചയായിട്ട് അവിടെ നമുക്ക് മെച്ചപ്പെടുത്താനും ഒരു സഹായം, ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് സ്വയം അതെന്ത് ചെയ്യാൻ പറ്റില്ല, മെച്ചപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ കൂടി അവർക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കാം അല്ലെ. പിന്നെ സ്ഥലത്ത് എന്താണ് ഇന്നൊരു ഏരിയയിൽ ആ ഹോസ്പിറ്റലിന് സർവീസ് കൊടുക്കുന്ന ഇന്ന ഏരിയയിൽ ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിലാവാം അല്ലെങ്കിൽ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടാവാം. ആ ഒരു ഏരിയയിൽ ചെറിയ ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്താ ഒരുപാട് സമയം ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്തതായിട്ട് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ അത് ആ ഒരു നല്ല ക്വാളിറ്റി സർവീസിന്റെ ഒരു ഭാഗമല്ലല്ലോ, ഒരുപാട് സമയം അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എന്ത് പറ്റണം? ആ ഒരു സമയത്ത് ഇങ്ങനെ അവർ നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ വരുത്തി ആ ഒരു സർവീസ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ, തുടർച്ചയായിട്ട് നമുക്ക് അവിടെ എന്താ സുസ്ഥിരമായിട്ട് സുസ്ഥിരമായിട്ട് നമുക്ക് അതിന്റെ ആ ഒരു പുരോഗതി മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വഴി സാധിക്കുന്നു. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. Then okay, the key performance indicators are likely to be monitored by healthcare organizations. അല്ലെ, ഈ key performance indicators ആര് നിരീക്ഷിക്കാറുണ്ട്? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കൃത്യമായിട്ട് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അവരുടെ പ്രവർത്തന നിലവാരം എന്ത് ചെയ്യാറുണ്ട്? നിരീക്ഷിക്കാറുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ദ ടൈം ടേക്കൺ ഫോർ. ഇപ്പൊ ഒരു പേജ് എടുത്ത് കഴിയുമ്പോൾ മിസ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. എന്താ? പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. അതെന്താ ഉദ്ദേശിക്കുന്ന? പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം എന്ന് പറയുന്നത് നോക്കിയേ, ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor.
ഡോക്ടർ. എന്താണ് ഒരു പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം എന്ന് പറയുന്നത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് അവരെന്ത് ചെയ്യുന്നു? ഉടനെ ആ ഒരു കാഷ്വാലിറ്റിയുടെ വാർഡിലേക്ക് കൊണ്ടുപോയി അവിടെ ആ ഒരു ബെഡില് ആ പേഷ്യന്റ് എത്തുന്ന സമയം മുതൽ ആ ബെഡിലേക്ക് അവര് എത്തുന്ന സമയം മുതല് എപ്പോഴാണോ ഒരു ഡോക്ടർ വന്ന് അവരെ പ്രാഥമിക മൂല്യനിർണ്ണയം ഇനിഷ്യൽ ഇവാലുവേഷൻ പ്രാഥമിക മൂല്യനിർണ്ണയം നടത്തുന്നത് അല്ലെങ്കിൽ നിർണ്ണയം പൂർത്തിയാക്കുന്നത് വരെയുള്ള സമയമാണ് എന്തെന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു പേഷ്യന്റ് വന്നു, ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു പേഷ്യന്റ് വന്നാല് ആ പേഷ്യന്റ് എന്ത് ചെയ്യുന്നത്? അവിടെ വന്ന് ആ ഒരു വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം മുതല് എവിടെ വരെയാണ്? ഒരു ഡോക്ടർ വന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് വരെയുള്ള ഒരു സമയമില്ലേ, ആ ഒരു ടൈം ഗ്യാപ്പ്, അതിനെയാണ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ചില ഹോസ്പിറ്റലിൽ എന്താ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കും അല്ലെ. അതേസമയം ചില ഹോസ്പിറ്റലിൽ ആകുമ്പോഴോ ഒരുപാട് സമയം ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരാം. കിട്ടിയോ? എന്താണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്? ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ അതിന്റെ ഫോർമുലാസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഹെഡിങ്ങും ഫോർമുലയും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഹെഡിങ് എന്താ? ഫോർമുല നോക്കി, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഒട്ടുമിക്ക ഫോർമുലാസിലും ആ ഒരു ഹെഡിങ് അങ്ങനെ തന്നെയായിരിക്കും ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയില്ലേ? നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ കുഞ്ഞിന്റെ ക്ലാസ് തുടങ്ങി നമ്മൾ പഠിക്കുന്നതല്ലേ ഫ്രാക്ഷൻസ് അല്ലെ? ഒരു 3/4 എന്ന് പറയുന്ന നമ്പറിന്റെ ഫ്രാക്ഷൻ എന്താ ന്യൂമറേറ്റ് ചെയ്താ 3/4 ന്യൂമറേറ്റ് ചെയ്താ 3 ആണ് അല്ലെ? മുകളിലത്തെ സംഖ്യ അല്ലെങ്കിൽ മുകളിലത്തെ നമ്പർ ആണ് എന്താ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. താഴത്തേതാണെങ്കിലോ ഡിനോമിനേറ്റർ അല്ലെ? ഇവിടെ നമ്മൾ 3/4 4 ആണ് ഡിനോമിനേറ്റർ കേട്ടോ. അപ്പൊ നോക്കി എന്താണ് അവിടെ ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്? ന്യൂമറേറ്റർ ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻസിന്റെയും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ടേക്കൺ ഫോർ എന്താ ഇനീഷ്യൽ അസസ്മെന്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്നുള്ളത് തന്നെ ആ ഒരു ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാം? ഓപ്ഷൻസിൽ ഈ 4 ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ട് ഇവിടെ മാറി കൊടുക്കൂട്ടോ. നിങ്ങളിപ്പോ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് മിസ് പറഞ്ഞ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണമെന്ന്. കാരണം എന്താ? നിങ്ങൾക്ക് ചിലപ്പോ ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത് ഡിനോമിനേറ്ററിൽ കൊടുക്കാം. മനസ്സിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിടാം. അല്ലെങ്കിലോ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു വിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോ എന്താ 1000 കൊണ്ടോ 100 കൊണ്ടോ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻറ്റു ചെയ്യുകയോ അല്ലെങ്കിൽ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫോർമുല കൃത്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അറിഞ്ഞില്ലെങ്കിൽ കൺഫ്യൂഷൻ വരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഫോർമുല സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തലിനായെടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അവിടെ വന്നിരിക്കുന്ന അഡ്മിഷൻസിന്റെ ആകെ എണ്ണം, അതിൽ എത്ര സമയം ഇനിഷ്യൽ അസസ്മെന്റിനായി എടുത്ത ആകെ സമയം, ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അവിടെ വന്നിരിക്കുന്ന അഡ്മിഷൻസിന്റെ ആകെ എണ്ണമാണ് ഇതിന്റെ കാണാനുള്ള ഫോർമുല. കിട്ടിയോ? ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കി, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 investigations. എന്താണ്? ഒരു 1000, അതായത് 1000 ഇൻവെസ്റ്റിഗേഷൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 1000 ലാബ് ടെസ്റ്റ് ചെയ്യുന്നു. ഒരു 1000 ലാബ് ടെസ്റ്റ് ചെയ്യുന്നു. ഇത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ രാവിലെ? ഏതൊക്കെയാണ് 32 എണ്ണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണം അല്ലെ, എത്ര എണ്ണം എറേഴ്സ് അല്ലെങ്കിൽ പിശകുകളായിട്ട് റിപ്പോർട്ട് ചെയ്തു? അപ്പൊ 1000 എണ്ണം നമ്മള് ലാബ് ടെസ്റ്റുകൾ, ഒരു 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ചിലപ്പോ അതിലൊരു 5 വളരെ കുറച്ചുണ്ടാവുള്ളൂ അല്ലെ, ചിലപ്പോ ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു 5 ഒക്കെ എന്ത് ചെയ്യും? ചിലപ്പോ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പിശകുകൾ വരാം, എറേഴ്സ് വരാം അല്ലെ. അങ്ങനെ എറേഴ്സ് റിപ്പോർട്ട് ചെയ്തത് എത്ര എണ്ണമുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ സെക്കൻഡ് ഇതിൽ നോക്കുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്
per 1000 investigations. ഒരു 1000 ലാബ് ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്താൽ അതിൽ എത്ര എണ്ണം എറേഴ്സ് റിപ്പോർട്ട് ചെയ്തു? നോക്കി ഫോർമുല, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ആണ് അവിടെ വന്നത് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, എത്ര നമ്പർ ഓഫ് ടെസ്റ്റ് ആണ് അവിടെ പെർഫോം ചെയ്തത് അതിൽ എത്ര എണ്ണത്തിൽ എറേഴ്സ് വന്നു ഇൻറ്റു 1000 നോക്കിയാൽ അവിടത്തെ എന്ത് കിട്ടും? ആ ഒരു റേറ്റ് കിട്ടും. എന്താണ് ഫോർമുല? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, അവിടെ വന്നിരിക്കുന്ന എറേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, അവിടെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം ഇൻറ്റു 1000. കിട്ടിയോ സെക്കൻഡ് വൺ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. Then third one നോക്കി, percentage of adherence to safety precautions by staff working in diagnostics. എന്താ? ഓരോ ഡയഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ രോഗനിർണയം അല്ലെ, രോഗനിർണയത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാര് ഇല്ലേ? നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകള് ലാബുകളിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരില്ലേ ഉണ്ടല്ലോ. അപ്പൊ അവര് നമ്മൾ ഓൾറെഡി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമൊക്കെ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, അവരെപ്പോഴും എങ്ങനെയായിരിക്കണം? സേഫ്റ്റി അല്ലെ പാലിക്കുന്നവരായിരിക്കണം. സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ മുൻകരുതൽ എടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ? അവരുടെ ആ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എത്ര ജീവനക്കാര് ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ അല്ലെങ്കിൽ രോഗനിർണയ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എത്ര ജീവനക്കാര് ഈ പറയുന്ന രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്നുണ്ട്, അതാണ് ഇവിടെ നോക്കുന്നത്. ഇതിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത് കേട്ടോ. നോക്കിയേ ഫോർമുല, നമ്പർ ഓഫ് സ്റ്റാഫ് adhering to safety precaution. Adhering എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നമ്പർ ഓഫ് സ്റ്റാഫ് adhering to safety precautions, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ഓഡിറ്റ് ചെയ്ത സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആകെ സ്റ്റാഫുകളുടെ എണ്ണം, അതിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട് അവരുടെ എണ്ണം ഇൻറ്റു 100. എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം ജീവനക്കാരുടെ എണ്ണം ഇൻറ്റു 100 ആണ് percentage of adherence to safety precautions by staff working in diagnostics. കിട്ടിയോ third one? Clear ആണോ? Okay. Then നോക്കിയേ fourth one, medication errors rate. എന്താ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്? മരുന്ന് പിശകുകളുടെ എണ്ണം അല്ലെ. ഇപ്പൊ ചില സമയങ്ങളിൽ മരുന്നൊക്കെ മാറി കൊടുക്കാമല്ലേ, മരുന്ന് കൊടുക്കുന്നതിൽ പിശകുകൾ വരാറില്ലേ, എറേഴ്സ് വരാറില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, മെഡിക്കേഷൻ എറേഴ്സ് ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ്സ്. ഇതൊരു തടയാവുന്ന സംഭവമല്ലേ അല്ലെ? മരുന്ന് കൊടുക്കുന്നത് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്? അത് ശ്രദ്ധക്കുറവ് മൂലം അല്ലെ, ശ്രദ്ധക്കുറവ് മൂലം അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തടയാവുന്ന ഒരു സംഭവമാണ് അല്ലെ. that may cause or lead to unsuitable medication use or patient harm while the medication is in the control of healthcare professional, patient or consumer. എന്താ? ആ മരുന്ന് ചിലപ്പോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കൺട്രോളിലായിരിക്കാം, ചിലപ്പോ അവരായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിലോ ആ പേഷ്യന്റിന്റെ കൺട്രോളിലും ആവാം അല്ലെ. ചില ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ, നമുക്ക് ചില മരുന്നുകൾ എന്ത് ചെയ്യും, പേഷ്യൻസിന് തന്നെ സ്വയം കഴിക്കാനായിട്ട് തരും അല്ലെ. അതുപോലെ ചില മരുന്നുകൾ എന്ത് ചെയ്യും, അവർ തന്നെയല്ലേ നമുക്ക് എടുത്തു തരാം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോ അല്ലെ. അങ്ങനെ അപ്പൊ രണ്ടുപേരുടെയും കൺട്രോളിലായിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ആ മരുന്ന് ഹെൽത്ത് പ്രൊഫഷണലിന്റെ കൺട്രോളിലാവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൺട്രോളിലാവാം. അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു അശ്രദ്ധക്കുറവ് പോലെ ഈ ഒരു മരുന്ന് പിശക് വരാം അല്ലെ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന്, രണ്ടു കൂട്ടരുടെയും കയ്യിൽ നിന്ന് അറിയാതെ, അതല്ല എന്നോട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, അറിയാതെ എന്താ അനുയോജ്യമല്ലാത്ത രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് വഴി പേഷ്യൻസിന് എന്ത് ചെയ്യാം, ഹാംഫുൾ ആവാം അല്ലെ, ദോഷകരമായി അവരെ അത് ബാധിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന മരുന്ന് പിശകുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട്, അതിന്റെ റേറ്റ് ആണ് ഫോർത്തിൽ കാണുന്നത്. ക്ലിയർ ആയോ? അതെന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ.
നോക്കിയേ അതിന്റെ ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അവിടെ വന്നിരിക്കുന്ന മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകളുടെ ആകെ നമ്പർ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അവിടെ മെഡിക്കേഷൻ എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അവിടെ ഉണ്ടാവാൻ സാധ്യത മരുന്ന് പിശകുകൾ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100 ആണ് ഇതിന്റെ ഫോർമുല. അപ്പൊ മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന മരുന്ന് പിശകുകളുടെ എണ്ണമാണ്. നമുക്ക് തടയാവുന്ന ഒരു സംഭവമാണ്, ശ്രദ്ധക്കുറവ് മൂലമാണ് വരുന്നത്. ശ്രദ്ധയുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ അത് തടയാവുന്ന ഒരു സംഭവമാണ്. അതൊന്നില്ലെങ്കിൽ അത് ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കൺട്രോളിലാവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൺട്രോളിലാവാം. രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യാം, ചെറിയ രീതിയിലുള്ള ശ്രദ്ധക്കുറവ് മൂലം ഇങ്ങനെയുള്ള മരുന്ന് പിശകുകൾ വരാനും അത് അനുയോജ്യമല്ലാത്ത രീതിയിൽ മരുന്നുകൾ ചിലപ്പോ ആ പേഷ്യൻസ് ഉപയോഗിക്കുകയും അതുവഴി പേഷ്യൻസിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അവിടെ വന്നിരിക്കുന്ന മരുന്ന് പിശകുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകൾ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ ഫോർത്ത് വൺ? ഓക്കെ ആണോ? ഓക്കെ. Then fifth one നോക്കിയേ, percentage of medication charts with error prone abbreviations. Abbreviations പഠിച്ചില്ലേ നിങ്ങള്? അബ്രീവിയേഷൻസ് പഠിച്ചില്ലേ? മെഡിക്കൽ ടെർമിനോളജിയില് പഠിച്ചു അല്ലെ? അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് അല്ലെ? അല്ലെ? ഇപ്പൊ പാരസിറ്റമോൾ ഒക്കെ ആണെങ്കിൽ PCM എന്നൊക്കെ ചുരുക്കി എഴുതും അല്ലെ? അതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അബ്രീവിയേഷൻ അതെ ഷോർട്ട് ഫോംസ് ആയിട്ട് അല്ലെ, ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത് തന്നെയാണ്. നോക്കിയേ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ്, അതായത് നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ മരുന്ന് നമ്മുടെ ചാർട്ടുകൾ ഉണ്ടാവുമല്ലോ, മരുന്ന് ചാർട്ടുകള്, ഓരോ പേഷ്യൻസിനും എഴുതുന്ന മരുന്ന് ചാർട്ടുകള്, ആ ചാർട്ടുകളില് എന്ത് ചെയ്യും, എറർ പ്രോൺ അബ്രീവിയേഷൻസ് എന്ത് വരാം, അബ്രീവിയേഷൻ എഴുതുമ്പോ തെറ്റുകൾ വരാം അല്ലെങ്കിൽ പിശകുകൾ വരാം. ഇപ്പൊ ഒരു പാരസെറ്റമോൾ ആണ് എഴുതുന്നതെന്ന് വെച്ചോ, അപ്പൊ അത് ശരിക്കും PCM എന്നാണ് എഴുതേണ്ടത് ഷോർട്ട് ഫോം ആയിട്ട് അല്ലെ? PCM എന്നാണ് എഴുതേണ്ടത്. അതിന് പകരം ചിലപ്പോ അവർക്ക് എന്താവാം, PCN എന്ന് ശ്രദ്ധക്കുറവ് മൂലം ചിലപ്പോ PCN എന്ന് എഴുതി പോവാം അല്ലെ? അല്ലെങ്കിൽ PCA എന്നോ B എന്നോ എന്തെങ്കിലും വേറൊരു രീതിയിൽ അത് എഴുതി അവർക്ക് എന്ത് വരാം, ചിലപ്പോ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാം. ആ ഒരു മിസ്റ്റേക്ക് വരുമ്പോ അത് ആരെയും കൂടി ബാധിക്കുന്നുണ്ട്. ആരെയും കൂടിയാ, ഈ ഒരു മരുന്ന് എഴുതുന്ന ഡോക്ടർ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആ ഡോക്ടറുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയാൽ അത് ആ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ആളും എന്ത് ചെയ്യുന്നുണ്ട്, അതേ സാധനം നോക്കിയല്ലേ അവര് മരുന്ന് എടുത്തു കൊടുക്കാം അല്ലെ? ആ ഒരു ഷോർട്ട് ഫോം നോക്കിയിട്ട് എടുത്തു കൊടുക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കിട്ടുന്ന മരുന്ന് വ്യത്യാസമായിരിക്കും അല്ലെ? ഇപ്പൊ രണ്ട് കൂട്ടർക്കും അത് ബാധിക്കുന്നുണ്ട്. ആ ഡോക്ടർ എഴുതുന്ന ഡോക്ടറുടെ മിസ്റ്റേക്ക് വന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാല് എടുത്തു കൊടുക്കുന്ന ആള്, മരുന്ന് എടുത്തു കൊടുക്കുന്ന ആളും അതേ ചാർട്ട് നോക്കിയിട്ട് തന്നെ ആയിരിക്കും എടുത്തു കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുന്ന എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുന്ന അല്ലെങ്കിൽ എറേഴ്സ് വരുന്ന എന്താ ഇങ്ങനെ അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്ന സമയത്ത് പിശകുകൾ വരുന്ന മരുന്ന് ചാർട്ടുകള് എത്ര എണ്ണമുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, എറർ പ്രോൺ അബ്രീവിയേഷൻസ് should be defined in accordance with the guidelines set down by for safe medication practices. എന്താ ഈ എറർ പ്രോൺ അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിശകുകൾ വന്നിട്ടുള്ള ചുരുക്കി എഴുത്തുകൾ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോംസ് should be defined in accordance with the guidelines set down by for safe medication practice. ഒരു സുരക്ഷിതമായ മരുന്നുകൾ കൊടുക്കുന്നത് ആ ഒരു പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു എറർ പ്രോൺ അബ്രീവിയേഷൻ ആവും അല്ലെങ്കിൽ എറർ അതിൽ വന്നു കഴിഞ്ഞാല് സേഫ് ആയിട്ട് ആ മരുന്ന് വിതരണത്തെ ബാധിക്കും അല്ലെ? അപ്പൊ അതിന്റെ എത്ര റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നോക്കുന്നത്. അതിനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മെച്ചപ്പെടുത്തലുകൾ നടത്താം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റ് എടുക്കുന്നത്. നോക്കി, ഫോർമുല നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. ഇങ്ങനെയുള്ള പിശകുകൾ വന്ന മരുന്ന്, അതായത് അബ്രീവിയേഷനിൽ ചുരുക്കി എഴുതുമ്പോ അവിടെ എന്താ പിശകുകൾ വന്ന മരുന്ന് ചാർട്ടുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്.
അപ്പൊ അവിടെ ഒന്നോ രണ്ടോ പേഷ്യൻസിന്റെ ചാർട്ട് ആയിരിക്കില്ലല്ലോ നോക്കിയിരിക്കുക. ഒരുപാട് പേരുടെ അവലോകനം ചെയ്തിട്ടുണ്ടാവും അല്ലെ, റിവ്യൂ ചെയ്തിട്ടുണ്ടാവും പല ഡോക്ടേഴ്സ് ഇല്ലേ. അപ്പൊ അതില് എത്ര എണ്ണമാണോ മൊത്തം, അതാണ് നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്. അവിടെ അവലോകനം ചെയ്തിട്ടുള്ള മൊത്തം മെഡിക്കേഷൻ ചാർട്ട്സിന്റെ എണ്ണം, അതിലെത്ര എണ്ണം ഇങ്ങനെയുള്ള എറേഴ്സ് വന്ന മെഡിക്കേഷൻ ചാർട്ടുകളുണ്ട് ഇൻറ്റു 100 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? 5th one ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ആ ഒരു പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് വെച്ച് നിങ്ങള് ഫസ്റ്റ് വൺ നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, the time taken for initial assessment. Then fourth one, medication errors rate. ആ രണ്ടെണ്ണുള്ളൂ കേട്ടോ ആ ഒരു പേജില് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കട്ടെ. ബാക്കി ഒരുപാടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മിസ് ഒന്നും കൂടി ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും നോട്ട് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, സിക്സ്ത് വണ്ണം കൂടി നമുക്കൊന്ന് എടുക്കാം. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ടോ? ദോഷകരമായിട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ട്, പ്രതികൂലമായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ ചില പേഷ്യൻസിന് ചിലപ്പോ എന്തെങ്കിലും റിയാക്ഷൻസ് വന്ന് ചിലപ്പോ എന്ത് ചെയ്യാം, അലർജി പോലെ തോന്നാം അല്ലെ. അതെ, വെരി ഗുഡ്, അലർജി തോന്നാം. ചിലർക്ക് വല്ല ബ്രീതിങ് ഡിഫിക്കൽട്ടി ആയിരിക്കും തോന്നുന്നത് അല്ലെ. ചൊറിച്ചിൽ, അങ്ങനെ പല രീതിയിലുള്ള ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട് അല്ലെ. അതിന്റെ പെർസെന്റേജ്, അതായത് ഇൻപേഷ്യൻസിൽ വരുന്ന കാര്യമാട്ടോ പറയുന്നത്, ഔട്ട് പേഷ്യൻസ് അല്ല. അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ എടുക്കുന്ന ഇൻപേഷ്യൻസില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയേ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnosis or therapy of disease or for the modification of physiologic function. എന്താ ഇവിടെ പറയുന്നത്? ഈ ഒരു ഡ്രഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ആ ഒരു മരുന്നിനോടുള്ള പ്രതികരണമാണ് അല്ലെ. ഒരാളുടെ ബോഡി ആ മരുന്നിനോടുള്ള പ്രതികരണമാണ് അല്ലെ, പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. അത് ടോക്സിക്, അതായത് ആ ഒരു മരുന്ന് ചിലപ്പോ അവരുടെ ബോഡിയിൽ എത്തുമ്പോൾ എന്തായി മാറുന്നുണ്ട്? ടോക്സിക് ആയിട്ട് മാറുന്നത് കൊണ്ടാവും അല്ലെ. അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് കൊണ്ടാവും അല്ലെ. ചിലർക്ക് അലർജി തോന്നാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ. അതെ, എന്താണ് അവിടെ ഒരു എതിർപ്പാണ്, ഒരു റെസ്പോൺസ് ആണ്, നേരെ പ്രതിരോധിക്കുകയാണ് അതിനെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അൺഇന്റൻഡഡ് ആണ്. ഒരിക്കലും ആ ഹോസ്പിറ്റലാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ എന്താ അവിടെ എന്താണ് മനഃപൂർവ്വമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. which happens at എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഡോസസ് നോർമലി യൂസ്ഡ് ഇൻ മാൻ, അതായത് നമ്മൾ സാധാരണ പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ ഇല്ലേ നമ്മൾ കഴിക്കാറില്ലേ? രോഗപ്രതിരോധത്തിന് അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടി മരുന്ന് കഴിക്കാറുണ്ട്. ഡയഗ്നോസിസിന് വേണ്ടി കഴിക്കാറില്ലേ? രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതെ ആന്റിബയോട്ടിക്സ് അല്ലെ. നമുക്ക് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ, അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഒരു ഡോസ് ആയിരിക്കാം. അവര് നോർമലായിട്ടൊരു കഴിക്കുന്ന ഡോസ് ആയിരിക്കാം. എന്നാൽ പോലും അവരുടെ ബോഡി അതിനോട് എന്ത് ചെയ്യുന്നു? എന്താ? അഡ്വേഴ്സ് ആയിട്ട് അല്ലെ, വിപരീതമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അപ്പോഴാണ് ഈ ഡ്രഗ് റിയാക്ഷൻസ് വരുന്നത്. അത് മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു ഡോസ് അല്ല, നോർമലായിട്ട് ഇവരുടെ രോഗനിർണയത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടി അവർ കഴിക്കുന്ന നോർമൽ ഡോസിൽ നിന്ന് ചിലരുടെ ബോഡി എന്ത് ചെയ്യും? ആ ഒരു മരുന്നിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ എന്ത് ചെയ്യുന്നു? ഒരു പ്രതിരോധം അല്ലെ, അതിനെ പ്രതിരോധിക്കുന്നു. അതാണ് ആ ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരാനുള്ള കാരണം. അത് ഇൻപേഷ്യൻസിലെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. കിട്ടിയോ എന്താണുള്ളത്? മനസ്സിലായോ? ഫോർമുല നോക്കാം. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇങ്ങനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള മരുന്ന് പ്രതികരണം വന്ന ഇൻപേഷ്യൻസിന്റെ എണ്ണം
divided by number of inpatients into 100. അല്ലെ, ഒരുപാട് ഇൻപേഷ്യൻസ് ഉണ്ടാവും അവിടെ അല്ലെ, ഒരാൾ മാത്രമല്ലല്ലോ, ആ ഒരുപാട് പേരുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എത്ര നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ആണോ അവിടെ ഉണ്ടായിരുന്നത് അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആണോ? 6th one ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒരു 4 minutes ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം കേട്ടോ. നോക്കിയേ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താ OT? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്താ ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ് എന്ന് വെച്ചാൽ എന്താ? ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ് എന്ന് പറഞ്ഞാല് സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ സർജറി ചെയ്യാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാ? അല്ലെ, വെരി ഗുഡ്, ബ്ലീഡിങ് ആയിട്ട് വരാം അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ട് തിരിച്ചു വരാലോ. അതായത് ഓൾറെഡി നമുക്ക് സർജറി ചെയ്യാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ചെയ്യാം, ഇന്ന ഡോക്ടർ ചെയ്യാനൊക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെ അവർക്ക് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആ സർജറി കഴിഞ്ഞ് അവർക്ക് പോയിട്ടില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ആ ഒരു ഹോസ്പിറ്റലിൽ അവിടെ തന്നെ അവരുടെ ആ ഒരു സെയിം അഡ്മിഷനിലെ കാര്യം പറയുന്നത്, സെയിം അഡ്മിഷനിൽ തന്നെ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് അവർ വാർഡിലോ റൂമുകളിലോ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ എത്ര പേർക്ക് അങ്ങനെയുള്ള എത്ര പേർക്ക് ഇത് പറ്റുന്നുണ്ട്? തിരിച്ച് ചിലപ്പോൾ വല്ല ഇൻഫെക്ഷൻസ് വരാം, ബ്ലീഡിങ്ങുകൾ വരാം അല്ലെ. അങ്ങനെ പല കേസുകളുമായിട്ട് തിരിച്ചവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പിന്നെയും കൊണ്ടുവരേണ്ടതായിട്ട് വരാം. അതാണ് ഇവിടെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. Unplanned return to the operation theatre is defined as any secondary procedure ന് വേണ്ടി കൊണ്ടുവരുന്നത് അല്ലെ. പ്രൈമറി പ്രൊസീജിയർ നമ്മൾ ചെയ്തു അല്ലെ, സർജറി ആണെങ്കിൽ സർജറി നമ്മൾ പ്രൈമറി പ്രൊസീജിയർ ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് റിസൾട്ട് ഡയറക്ട്ലി ഫ്രം ദ ഇൻഡെക്സ് ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ. ആ സെയിം അഡ്മിഷനുള്ളിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രിഡിമെന്റ്. എന്താ ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ? അറിയോ ഡീബ്രിഡിമെന്റ്? നമ്മൾ കണ്ടിട്ടില്ലേ ഈ മരുന്നുകളൊക്കെ, ഈ വലിയ വലിയ മുറിവുകളൊക്കെ ഉണ്ടാവും, അതിന്റെ മുകളിൽ കൊച്ചവൻ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങള് കൊച്ചവൻ നമ്മുടെ കയ്യിലാണെങ്കിൽ മുറിവുണ്ടാവുമ്പോൾ കൊച്ച വരാറില്ലേ? അങ്ങനെയുള്ള ഒരു എന്താ, അതൊരു ഡെഡ് ടിഷ്യൂ ആണ് അല്ലെ, ഡെഡ് സെൽ ആണ്, ഡെഡ് ടിഷ്യൂസ് അല്ലേ. ഡെഡ് ആയിട്ടുള്ള ഒരു സെൽസ് ഒക്കെയാണ് ആ ഒരു ബോഡിലെല്ലാം. പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടി വന്നിട്ട് അതെന്ത് ചെയ്യും? കട്ടിയാവും, റഫ് ആവും അല്ലെ. അപ്പൊ ആ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റി കൊടുക്കാറുണ്ട്, റിമൂവ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളില് ചിലപ്പോൾ ഡെഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ചിലപ്പോൾ പഴുപ്പൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ഇവർ എന്ത് ചെയ്യും? സർജറി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഡെഡ് ടിഷ്യൂസ്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ അൺഹെൽത്തി ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ആ ഒരു വൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഡീബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡീബ്രിഡിമെന്റിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിഷ്യൂസും കാര്യങ്ങളും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ മാറ്റുന്ന സമയത്ത് ചിലർക്ക് എന്ത് ചെയ്യാം? ബ്ലീഡിങ് വരാം. ചെറിയ രീതിയിലുള്ള ബ്ലഡ് വരും, എന്നാൽ ചില ആളുകൾക്ക് അതൊരു ബ്ലീഡിങ് ആയിട്ട് മാറിയേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അവരെ തിരിച്ച് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. രണ്ടാമത്തേത് പറയുന്നത് സെക്കൻഡറി സൂച്ചറിങ്. എന്താ സൂച്ചറിങ് എന്ന് പറഞ്ഞാല്? ഒരു കോമേറ്റ് എവിടെ? നെക്സ്റ്റ് ആണ് എംബലക്ടമി, വേറൊരു പോയിന്റ് ആണ്. തുന്നുക അല്ലെ, സ്റ്റിച്ച് ഇടുക. അപ്പൊ ആ സ്റ്റിച്ച് പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ശരിയായ പ്രൊസീജിയേഴ്സ് ചെയ്യാത്തത് കൊണ്ട് സ്റ്റിച്ച് എന്ത് ചെയ്യാം? പൊട്ടിപ്പോവാറുണ്ട് ചിലരുടെ അല്ലെ. സ്റ്റിച്ച് ഇടാറില്ലേ? സ്റ്റിച്ച് വിട്ടു പോവാറില്ലേ? അതുപോലെ സ്റ്റിച്ചിന്റെ ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ്, പഴുപ്പുകൾ വരാറുണ്ട് ചിലർക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും തിരിച്ച് തുന്നലിടാൻ വേണ്ടി, സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എംബലക്ടമി എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് എംബോളസ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ടുകൾ തന്നെയാണ്. അതായത് സർജറി ചെയ്യുന്ന സമയത്ത് ചില ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാവും? ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവും സർജറിയുടെ ഭാഗമായിട്ട്. അങ്ങനെ ബ്ലഡ് ക്ലോട്ടുകൾ അത് എന്ത് ചെയ്യുന്നു? ആ ഒരു ബ്ലഡ് വെസൽസിലൂടെ മൂവ് ചെയ്ത് പ്രധാനമായിട്ടും ലങ്സിലൊക്കെ വന്ന്
അടിക്കും. ലങ്സിലൊക്കെ വന്ന് ആ ഒരു എന്താണ് ആ ഒരു ബ്ലഡ് ക്ലോട്ട് വന്ന് അടിയുമ്പോൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. ആ ഒരു റിമൂവ് എംബോളസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ക്ലോട്ടിനെ തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ പൾമണറി എംബോളക്ടമി എന്നാണ് പ്രധാനപ്പെട്ടും പറയുന്നത്. ആ ഒരു ലെൻസിൽ വരുന്ന ഇങ്ങനെയുള്ള ബ്ലഡ് ക്ലോട്ടുകൾ റിമൂവ് ചെയ്യണമെങ്കിലും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരികെ അവരെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആൻഡ് ഇവാലുവേഷൻ ആണ് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെയും തിരിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പൊ വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഫോർമുല മിസ് പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.